കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നിട്ട് അവളിപ്പോ എവിടെയാ രവി? ആണോ? എന്തായാലും കൈവിട്ട കളിയായി പോയി എല്ലാവരുടെയും. രവി എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇത്ര കാലം ഇങ്ങനെ സഹിക്കുമല്ലേ? ശരി, നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നാ മതി. അവരെന്താ ചെയ്യാൻ നമുക്ക് നോക്കാം. ശരി, ഓക്കെ. എന്താ മോളെ? രവി ഈ രാത്രിയിൽ എന്തു പറയാനാ വിളിച്ചേ? വളരെ വിചിത്രമായ കാര്യങ്ങളാ ഭാനുമ അവിടെ നടക്കുന്നത്. ഹർഷയ്ക്ക് പെട്ടെന്ന് എന്തോ വയ്യായ്ക വന്നു. രവി അത് അറിയുന്നുമില്ല. ഇന്ദ്രേട്ടനും അമ്മയും പെട്ടെന്ന് വന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. രവിക്ക് അവിടെ നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരുന്നു. എങ്ങനെയുണ്ട്? അമ്മയും മോനും കൂടി അവളെ പിടിച്ചോണ്ട് പോയിട്ട് അവളുടെ പ്രസവം കൂടി ഏറ്റെടുക്കാനായിരിക്കും ഭാവം. ആ വീട് അവളുടെ പേരിലാണല്ലോ, അത് സ്വന്തമാക്കുകയായിരിക്കും അടുത്ത ലക്ഷ്യം. പക്ഷേ രവി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൻ വീട് പൊട്ടി അപ്പ തന്നെ ഇറങ്ങി. എന്നിട്ട് ഹർഷയെ അവരെ തിരിച്ചു കൊണ്ടുവന്നപ്പോ വീട് പൂട്ടിക്കിടക്കുന്നു. രവി അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ ഭാര്യയെ 2 പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് പരാതി കൊടുത്തു. അയ്യോ! തൊട്ടുപുറകെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞ് ഹർഷയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. നാളെ 2 കൂട്ടരും സ്റ്റേഷനിലേക്ക് ചെല്ലണം. അപ്പോ ഹർഷ ഇന്ന് എവിടെ താമസിക്കും? ആർക്കറിയാം. ഏതായാലും ഗർഭിണിയായ അവളെ അങ്ങനെയൊന്നും ഇന്ദ്രേട്ടനും അമ്മയ്ക്കും പെരുവഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. രാത്രി കിടക്കാൻ എന്തെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി കൊടുക്കുമായിരിക്കും. ഏതെങ്കിലും സ്ഥലമൊന്നും ആയിരിക്കില്ലാനോ. അവളെ സുശീല സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതെങ്ങനെ? അവിടെ സത്യനും സോനയൊക്കെ ഇല്ലേ? ഇല്ല, സോനി ശ്യാമം അവന്റെ അച്ഛന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിനടുത്ത് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയാണെന്ന് എനിക്കറിയാലോ. സത്യനും പ്രതിഭയും പെട്ടെന്നൊരു യാത്രയും പോയി. വൈകുന്നേരം ഞാൻ അമ്പലത്തിൽ പോയപ്പോ അവിടുന്ന് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇന്ന് വീട്ടില് ഇന്ദ്രനും സുശീലയെ മാത്രമേ കാണൂ. ഹർഷയെ അവരവിടേക്ക് തന്നെ കൊണ്ടുപോകും. ഹർഷേ, മോളെ ഹർഷേ. വരുന്ന ആന്റി. ആഹാ, ആന്റി കിടക്കുന്നില്ലേ? ആദ്യം അതിഥിക്ക് കിടക്കാൻ ഒരിടം കൊടുക്കണ്ടേ? ഞാനേ എവിടെയും കിടക്കും. ഈ വീട്ടിൽ വരണമെന്നൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേതായാലും സാധിച്ചു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത് ഇതാ. എന്റെ സ്വപ്നം പകൽ വെളിച്ചത്തിൽ എല്ലാവരും കാണുകയെ ഇന്ദ്രന്റെ കയ്യും പിടിച്ചിവിടെ വരണമെന്നും ആന്റി ആരതിയെടുത്ത് ഞങ്ങളെ സ്വീകരിക്കണമെന്നും ഒക്കെയായിരുന്നു. എനിക്കിത്രയൊക്കെ വിധിച്ചിട്ടുള്ളൂ. ഇത്രയെങ്കിലും നമ്മൾ സാധിച്ചെടുത്തില്ലേ ഹർഷേ? പിന്നെ ഇനി ഇന്ദ്രനെ കൈവിട്ടു പോകാതെ നോക്കേണ്ടത് ഹർഷയുടെയും കൂടെ ഉത്തരവാദിത്തം. അനുപമയിൽ നിന്ന് ഇന്ദ്രനെ അകറ്റിയെടുക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ. അവൻ അവളുടെ അടുത്തേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള ഡ്യൂട്ടി ഞാൻ ഹർഷയെ ഏൽപ്പിച്ചിരിക്കാം. ആന്റി ഒരു കാര്യം ഏൽപ്പിച്ച ഹർഷ അത് ഭംഗിയായിട്ട് ചെയ്യുമെന്ന് ആന്റിക്ക് അറിയാലോ. സത്യന് സോന ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും ഇന്ദ്രൻ അനുപമയെ എന്നേക്കുമായി മറന്നിരിക്കും. അതുപോലെ മതി. അവൾക്ക് ആ വീട് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നിന്ന് അനന്തം മാഷിനെ കൂടി പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു ഹർഷേ. അതിനുള്ള സാഹചര്യം ദൈവമായിട്ട് തന്നെ നമുക്ക് ഒരുക്കി തന്നിരിക്കുകയല്ലേ ആന്റി? നാളെ കഴിഞ്ഞ ദൗത്യത്തിന് ആരെയും പേടിക്കാതെ നമുക്കിവിടുന്ന് പോവാലോ.
ഇന്ദ്രനോട് നമ്മൾ എന്തു പറയാ ഹർഷേ? അല്ല, രാവിലെ പോകുമ്പോൾ അവൻ ചോദിക്കില്ലേ എങ്ങോട്ടാ പോകുന്നതെന്ന്? ശ്ശേ, ഈ ആന്റിയുടെ ഒരു കാര്യം. ആന്റിക്കാണ് അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ഇന്ദ്രന് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ നാളെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോവല്ലേ? നാളെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോണം. നാളെ കഴിഞ്ഞ് ദൂരെയുള്ളൊരു ക്ഷേത്രത്തിൽ പോണം. അത്രേ ഉള്ളു കാര്യം. പിന്നെ നാളെ പോലീസ് സ്റ്റേഷനും കൂടെ പോകേണ്ടതാ. അവിടെ രവി ഉണ്ടാവും. അല്ല, ഇനി അവന്റെ കൂടെ നീ തിരിച്ചു വീട്ടിലേക്ക് പോകണമെന്ന് ഇൻസ്പെക്ടർ കാണും പറഞ്ഞ? ഓ, അതൊന്നും പറയാനേ ഒരു ഇൻസ്പെക്ടർക്കും അധികാരമില്ല ആന്റി. എന്റെ ഹസ്ബൻഡ് എനിക്കെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കാന്ന് ഞാനങ്ങ് പറയും. ആ പിന്നെ എന്ന് വെച്ച് എന്റെ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും പോവില്ല എന്നല്ലേ. ആ വീട് എന്റെ പേരില്, ആ വീട് എനിക്ക് തന്നെ വേണം. അതിനെ ആ രവിയെ, അയാളെ ആദ്യം അവിടെ നിന്ന് ഇറക്കണം. ദേ, ആ വീട് കൈവിട്ട് കളയരുത് ഹർഷേ. കോടികളുടെ മുതലാ അത്. നാളെ നിനക്ക് നിന്റെ കുഞ്ഞിനും ജീവിക്കാൻ അത് ഉണ്ടായേ പറ്റൂ. ആന്റി, ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത കാര്യമൊക്കെ കഴിയട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ആ മുരുകനെ ഉപയോഗിച്ച് തന്നെ ആ രവിയെ, അയാളെ അങ്ങ് ഒതുക്കാം. അതാലോചിക്കാവുന്നതാ. അനന്തമാഷിന്റെ കാര്യത്തിൽ അറിയാം അവനെ ഏൽപ്പിച്ച ജോലി അവൻ എത്ര ഭംഗിയായിട്ട് ചെയ്യുമെന്ന്. കൊള്ളാങ്കി ഈ കൊട്ടേഷൻ നമുക്ക് അവനെ തന്നെ ഏൽപ്പിക്കാം. ഓക്കെ ആന്റി, നമുക്കേ കിടന്നാലോ? ദേ, ഈ പാലൂടെ എടുത്തോ. ഗർഭിണികളെ രാത്രിയിൽ ഒരു ഗ്ലാസ് പാല് കൂടെ കുടിക്കുന്നത് നല്ലതാ. താങ്ക്സ് ആന്റി. ഞാനേ ഒന്ന് മേലെ കഴിയിട്ട് വരാം. ശരി. ഇന്ദ്ര, എന്താ ഇത്? പാല് കണ്ടറിഞ്ഞൂടെ? അതല്ല, പാലുമായിട്ട് നീ എന്താ ഇവിടെ?